ശബരിമലയിൽ നടന്നത് വലിയ കൊള്ളയാണ്, മോഷണമാണ്, പിടിച്ചുപറിയാണ്, വഞ്ചനയാണ് എന്ന് കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഭഗവാനെ വഞ്ചിച്ചു, ഭക്തരെ വഞ്ചിച്ചു, ഭഗവാന്റെ സ്വത്തുക്കൾ മോഷ്ടിച്ചെടുത്തു. അടിച്ചുമാറ്റുക മാത്രമല്ല ചെയ്തത്, അഴിമതി നടത്തുക മാത്രമല്ല ചെയ്തത്, മോഷ്ടിച്ചെടുത്തു. ഭഗവാന്റെ ദ്വാരപാലകരെയും ശ്രീകോവിലും വരെ മോഷണ വസ്തുവായി കൊണ്ടുപോയി. ഇത്രയും ഭയാനകമായ ഒരു കൊള്ള, മോഷണം, പിടിച്ചുപറി കേരള ചരിത്രത്തിലില്ല. വിശ്വാസികളെ മുഴുവൻ വ്രണപ്പെടുത്തി ഈ മോഷണം മുതൽ ആരൊക്കെ പങ്കിട്ടു എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്നത് കൊണ്ട് കമ്മിക്കൂട്ടങ്ങളുടെ വൃത്തികേടുകൾ പുറത്തേക്ക് വരുമെന്ന് ഉറപ്പാണ്. അതിനിടയിൽ ഈ വൃത്തികെട്ട കമ്മിക്കൂട്ടങ്ങൾ ഏതെല്ലാം തരത്തിൽ മോഷണം നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പുതിയ ഒരു തട്ടിപ്പ് ഞങ്ങൾ പുറത്തേക്ക് വിടുകയാണ്. കിരൺ പന്തളം എന്ന് പറയുന്ന ശബരിമലയിൽ ട്രാക്ടറും മറ്റും ഓടാൻ കൊടുത്തിരിക്കുന്ന ഒരു ഭക്തൻ, അദ്ദേഹം പന്തളംകാരനാണ്. അദ്ദേഹത്തിന് CPM വൃത്തങ്ങളുമായി പോലും ബന്ധമുണ്ട്. സജി ചെറിയാനെ അറിയാം, മന്ത്രി P പ്രസാദുമായി നല്ല അടുപ്പമുണ്ട്. അദ്ദേഹം ഒരു ചെറിയ ഇടപാടിന് ശ്രമിക്കുന്നു. ഇടപാട് വളരെ വിചിത്രമാണ്. ഇക്കഴിഞ്ഞ സീസണിൽ നമ്മുടെ PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയി കഴിഞ്ഞ സീസണിൽ അരവണ പായസത്തിൽ ഒരു തട്ടിപ്പ് നടക്കുന്നു. അരവണ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ ഓർഡറുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ എത്തിയ ഏലക്കായിൽ മാലിന്യമുണ്ട് എന്ന് പറഞ്ഞ്, കീടനാശിനി ഉണ്ട് എന്ന് പറഞ്ഞ് തടയുന്നു. വാസ്തവത്തിൽ കൈക്കൂലി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഏത് വസ്തുവിലും പരിശോധിച്ചാൽ വളരെ മൈന്യൂട്ടായി കീടനാശിനി ഉണ്ടാവും. അതിനൊരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കീടനാശിനിയുടെ പേര് പറഞ്ഞ് ഇത് നിഷേധിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഏലക്ക ഉൾപ്പെടെ നിർമ്മിച്ച അരവണ പായസം വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 5 കോടിയോളം രൂപ ദേവസ്വത്തിന് നഷ്ടം വന്നു. എന്നാൽ ഈ ഏലക്ക കൊണ്ടുവന്ന കരാറുകാരൻ അടക്കമുള്ളവർക്ക് പണം കൊടുക്കേണ്ടി വന്നു. ബാക്കി എല്ലാവർക്കും പണം കൊടുത്തു. ഏലക്കായായിരുന്നു സാങ്കേതിക പ്രശ്നം. ഏലക്കയുടെ നിരക്കായി സുപ്രീം കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങി മേടിച്ചു. എന്ന് വെച്ചാൽ കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് അരവണ പായസം വൈകിപ്പിച്ച് ദേവസ്വത്തിന്റെ പണം മുഴുവൻ മുടക്കി. അവിടെയും തീർന്നില്ല. ഉപയോഗിക്കാത്ത ഈ അരവണ പായസം നശിപ്പിക്കാനും ഇവർ കോടികൾ അഴിമതി നടത്തി. അത് ഭയപ്പെടുത്തുന്ന ഒരു അഴിമതി കഥയാണ്. ഇവർക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് ഈ കച്ചവടം ഉറപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിനെ 2 കോടി രൂപ ലാഭിക്കാൻ കഴിയുമായിരുന്ന ഒരു ഇടപാട് അവർ വേണ്ടെന്ന് വെച്ചു.